അയ്യപ്പനതിന്റെ ആവശ്യമില്ല. കിട്ടുന്ന പണമെല്ലാം സർക്കാർ അപഹരിക്കുകയാണ്, സർക്കാരിനാണ് പോകുന്നത് എന്നൊക്കെ. സർക്കാരിന് നമ്മളെ കൊണ്ട് ചെലവാണ്. അതെ. സർക്കാർ ഒരു പൈസ എടുക്കാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എടുക്കാൻ പാടില്ലല്ലോ, എടുക്കാൻ പറ്റില്ലല്ലോ, എടുക്കണം എന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. എന്തിന് ട്രഷറിയിൽ പോലും കൊണ്ടിടാൻ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. എല്ലാം ബാങ്കിൽ കിടക്കുകയാണ്. ബാങ്കിൽ തന്നെ കർശനമായ നിരീക്ഷണത്തിലാണ്. കോടതി പറഞ്ഞത് FD പോലെ ഞങ്ങൾക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്രാവശ്യത്തെ നട തുറന്നപ്പോൾ ഉണ്ടായ ഒരു തിരക്ക് അത് വളരെ വലുതായിരുന്നു, ഒരുപാട് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പക്ഷെ യാതൊരു പ്രശ്നമില്ലാതെ ആ ദിവസങ്ങൾ കടന്നുപോയി. എന്താണ് സംഭവിച്ചത് ശരിക്കും? വാസ്തവത്തിലൊരു കുറച്ചൊരു നിഗൂഢമാണ്. എന്ന് വെച്ചാല് ഒന്ന്, ഇത്രയും ആളുകൾ ഈ ആദ്യ ദിവസങ്ങളിൽ വരാറില്ല സാധാരണ. പിന്നെ നമ്മുടെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. വരാമെന്ന് പറഞ്ഞ എല്ലാ ജീവനക്കാരും ഫസ്റ്റ് ഡേ വന്നോളണം എന്നില്ല. അവരൊക്കെ പതുക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അപ്പോഴേ ആളും വരുള്ളൂ. പിന്നെ അങ്ങനെ പല സിസ്റ്റങ്ങളും ഒന്ന് സ്റ്റെബിലൈസ് ആയി വരുന്നത് ആദ്യത്തെ 2-3-4 ദിവസം കഴിയുമ്പോഴാണ്. അത്രയ്ക്ക് ആളും വരുള്ളൂ. പക്ഷെ ഇത് വിചാരിച്ചിരിക്കാതെ 2-ാം ദിവസവും 3-ാം ദിവസവും ഒരു 1,30,000 ആളുകൾ വന്നു. അപ്പോഴുണ്ടായ അവരാണെങ്കിൽ പല വഴിയിൽ കൂടി, ക്യൂയിലൂടെ മാത്രമല്ല, പല വഴിയിലൂടെ കയറി വരാൻ പാടില്ലാത്ത വഴിയിലൂടെ വന്ന് ഒരു പ്രഷർ പോയിന്റ് സൃഷ്ടിക്കുകയും. അപ്പൊ അതിന് നമുക്കൊരു തീരുമാനമെടുക്കാൻ ഇത്തിരി സമയം വരും. നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ ബാരിക്കേഡ് മാറ്റി അവരെ കൂടെ മറ്റതിൻ്റെ കൂടെ കയറ്റണ്ടേ. അപ്പൊ താഴെ നിൽക്കുന്ന ഭക്തന്മാരെ പ്രശ്നം ഉണ്ടാക്കൂലേ, ഞങ്ങൾ ക്യൂ നിന്നതല്ലേ. അത് പതുക്കെ മാനേജ് ചെയ്ത് പോയപ്പോൾ അതങ്ങ് തീർന്നു. അത് ആസൂത്രിതമാണെന്നൊന്നും ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വരവുണ്ടായി. ഒരു കണക്കിന് അതൊരു പാഠമായി. മുൻ ചീഫ് സെക്രട്ടറിയും IMG ഡയറക്ടറും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ ശ്രീ K. ജയകുമാർ IAS ആണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും സർക്കാർ എടുത്തൊരു തീരുമാനം പ്രതിപക്ഷം യാതൊരു എതിർപ്പുമില്ലാതെ അംഗീകരിക്കുകയും അതിൽ യാതൊരു തർക്കവും ഉന്നയിക്കാത്തതും, പ്രതിപക്ഷത്തോടൊപ്പം തന്നെ ജനങ്ങളും. അത് സാറ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എത്തുന്നു എന്നുള്ളതാണ്. എങ്ങനെ കാണുന്നു ആ തീരുമാനത്തെ? ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഞാൻ കഴിഞ്ഞ 45 വർഷമായിട്ട് കേരളത്തിലെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. പിന്നെ കുറച്ച് സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളുണ്ട്, സിനിമാ പ്രവർത്തനമുണ്ട്. അങ്ങനെ ആളുകളുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം പിന്നെ ഔദ്യോഗിക മേഖലയിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ അത് ആളുകൾക്ക് അറിയാം എന്നുള്ളത് കൊണ്ടായിരിക്കണം ഈ തീരുമാനം സ്വാഗതം ചെയ്യപ്പെട്ടത്. പിന്നെ മറ്റൊന്ന്, ഞാൻ ശബരിമല എനിക്കൊരു അപരിചിതമായ ഭൂമിയല്ല. ഞാൻ 2007 മുതൽ 2008 മുതലും അവിടെ വളരെ പല കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ പരിചയമുണ്ട്. ശബരിമല ഇത്രയേറെ നടന്നിട്ടുള്ള ഒരാൾ എന്നെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് 6-7 വർഷം ഇരുന്നു. അങ്ങനെ ശബരിമലയുടെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു തരക്കേടില്ലാത്തൊരു ധാരണയുള്ള ആളാണ് ഞാനെന്നാണ് എൻ്റെ വിശ്വാസം. അത് മനസ്സിലാക്കിയതും കൊണ്ട് കൂടിയായിരിക്കണം ഇങ്ങനൊരു നിയമനം എന്നെ തേടി വന്നത് എന്ന് ഞാൻ വിചാരിക്കും. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. ശബരിമലയെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഘട്ടത്തിലാണ് സാർ എത്തുന്നത് അവിടെ പ്രസിഡന്റായിട്ട്. അപ്പോൾ ആ തീരുമാനമെടുക്കുന്നു. അത് ഔദ്യോഗികമായി സർക്കാർ പറയുന്നതിന് മുൻപ് തന്നെ വാർത്താ പ്രാധാന്യം നേടി ചർച്ചയാവുകയും ചെയ്തു. എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സാറിലേക്ക് എത്തുന്നത്? അധികാര സ്ഥാനങ്ങളിലുള്ളവർ ഇങ്ങനൊരു തീരുമാനം ഞങ്ങൾ എടുക്കാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാനത് കേട്ടുടനെ തുള്ളിച്ചാടിയില്ലെങ്കിലും അങ്ങനെ ഗവൺമെന്റിന് തോന്നുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുക്കും. പേടിച്ചോടുന്നില്ല. അങ്ങനെയാണ് ഞാനത് ധൈര്യമായിട്ട് ഏറ്റെടുത്തത്. ഗവൺമെന്റിന് അങ്ങനെ തോന്നിയെങ്കിൽ നമ്മൾ ആ തോന്നലിനെ അല്ലെങ്കിൽ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയല്ല, അതിന് നമ്മൾ മാനിക്കണം. ഒരു വിശ്വാസമാണ് അതിനകത്ത്. ഗവൺമെന്റിന് ഇപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി വെക്കാൻ എത്രയോ പേരുണ്ട്, അർഹതയുള്ള യോഗ്യന്മാരായിട്ടുള്ള എത്രയോ പേരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരാളായിരിക്കും നല്ലതെന്ന് ഗവൺമെന്റിന് തോന്നിയെങ്കിൽ ഞാൻ അതിന്റെ പിന്നിലുള്ള മനോവികാരത്തെ, അതിന്റെ നീതീകരണത്തെ ഒക്കെ ഞാൻ മാനിക്കുന്നു, അത് ബഹുമാനിക്കുന്നു. അതിനോട് നീതി പുലർത്താൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഈ ഒരു നിയോഗം ഒപ്പം തന്നെ സ്പെഷ്യൽ കമ്മീഷണറായി നേരത്തെ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു, കൂടുതൽ കാലയളവിൽ അവിടെ നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അത് ശബരിമലയുടെ പ്രവർത്തനങ്ങൾ, മുൻപോട്ടുള്ള ഇനിയുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ എത്രത്തോളം നിർണായകമാക്കും എന്നാണ് കരുതേണ്ടത്? ദേവസ്വം ബോർഡിൽ നിന്ന് ആളുകൾ, ഭക്തജനങ്ങള് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ കാര്യക്ഷമതയും പ്രൊഫഷണലിസവും ആവശ്യമാണ് എന്നുള്ളതൊരു വസ്തുതയാണ്.
ഈ ഒരു പ്രത്യേക സാഹചര്യം അതിനെ കുറച്ചും കൂടി അർജന്റ് ആക്കി എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് അതിനകത്ത് പറ്റിയ ഏറ്റവും നല്ല ഒരു 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 മെച്ചം എന്താന്ന് ചോദിച്ചാൽ, എനിക്ക് വലിയ ഹോംവർക്കിന് സമയത്തിന്റെ ആവശ്യമില്ല. ചില പറയുമല്ലോ ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ പഠിക്കട്ടെ, അങ്ങനെ എനിക്ക് പഠിക്കാൻ സമയം വേണ്ട. കാരണം ഞാൻ പഠിത്തം പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. എനിക്ക് ഒന്നാമത്തെ ദിവസം തൊട്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പിന്നെ ഒരു പരിചയവും പശ്ചാത്തലവും എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം നടക്കുന്ന സീസണിൽ കുറേയേറെ മാറ്റങ്ങൾ ഈ ഫെസ്റ്റിവലില്. പക്ഷെ 2026-27 മണ്ഡല മകരവിളക്ക് കാലം എൻ്റെ ഒരു സ്വപ്നമല്ല, എന്നെ ലയിപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ്. അത് ഞാൻ സ്വയം ഏറ്റെടുത്തിരിക്കുകയും സർക്കാർ ഏൽപ്പിച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യമായിട്ട് ഞാൻ കരുതിയിരിക്കുന്നത് 2026-27 ശബരിമല കാലം, മണ്ഡലകാലം ഒരു സമാനതകളില്ലാത്ത തരത്തിൽ കൃത്യമായി നല്ല മുന്നൊരുക്കങ്ങളോടുകൂടി ഇതുവരെ നമുക്ക് സംഭവിച്ചിട്ടുള്ള ഒരുപാട് കൊച്ചു വീഴ്ചകളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് പുറത്ത് വരുന്നില്ലെന്നേ ഉള്ളൂ. കൊച്ചു വീഴ്ചകൾ ഉണ്ടാവുമല്ലോ ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു 8-9 മാസത്തെ തയ്യാറെടുപ്പോടുകൂടി ഓരോ മൈന്യൂട്ട് കാര്യവും നമ്മൾ മുൻകൂട്ടി കണ്ട് പരിശോധിച്ച് റീചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തി ഇന്നത് സംഭവിച്ചാൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് തീർത്ഥാടകരെ കാത്തിരിക്കുന്ന ഒരു മണ്ഡലകാലം സജ്ജമാക്കി വൃശ്ചിക 1 ആളുകൾ വരുമ്പോൾ, ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു ശബരിമല അല്ലല്ലോ ഇത്, ഇവിടെ ഇപ്പൊ അന്ന് നമുക്കുണ്ടായിരുന്ന ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവല്ലോ എന്ന് തുടങ്ങി ഒരു അത്ഭുതകരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടാവണം. അത് ആവശ്യപ്പെടുന്നുണ്ട് അവിടെ. കാരണം ഈ വരുന്ന തീർത്ഥാടകര് കൊണ്ടിടുന്ന സംഭാവനയും അവര് നടത്തുന്ന വഴിപാടും അവര് തന്നിട്ട് പോകുന്ന അന്നദാനവും ഫണ്ടും അവര് വാങ്ങിക്കുന്ന അരവണയുടെ കാശും ഒക്കെയാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ദേവസ്വം ബോർഡിന് നടത്തിക്കൊണ്ടു പോകുന്ന ഏറ്റവും വലിയ വരുമാന സ്രോതസ് കൂടിയാണിത്. ഇതെവിടുന്നാണ് ഈ വരുമാനം വരുന്നത്? ഈ നാനാദേശത്ത് നിന്നും വരുന്ന ആളുകൾ അവിടെ കൊണ്ടുതരുന്ന പണമാണ്. അപ്പൊ നമ്മൾ എന്താ തിരിച്ചു കൊടുക്കേണ്ടത്? നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് അവരോടുള്ളൊരു ശ്രദ്ധ. അവരെ നിങ്ങളെ കാത്ത് ഞങ്ങളിതാ എല്ലാം സജ്ജരായിരിക്കുന്നു, വന്ന് ഭംഗിയായിട്ട് അയ്യപ്പനെ തൊഴുതു പൊയ്ക്കോളൂ എന്നവർക്ക് തോന്നണമെങ്കിൽ കൊച്ചു കാര്യങ്ങൾ തൊട്ട് ആരംഭിക്കണം. യു ആർ ഇൻ ഫോക്കസ്. ഈ വരുന്ന വിസിറ്ററാണ് എൻ്റെ ഫോക്കൽ പോയിന്റ്. നിങ്ങളുടെ സൗകര്യമാണ്, അത് നടത്താനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അല്ലാതെ കച്ചവടക്കാർക്ക് കാശുണ്ടാക്കാനോ ബാക്കിയുള്ളവർക്ക് പണം ഉണ്ടാക്കാനോ ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിന് കാശുണ്ടാക്കാനോ ഒന്നുമല്ല. കാശുണ്ടാവുക എന്നുള്ളത് സെക്കൻഡറിയാണ്, താനേ വരും. പക്ഷേ യു ആർ ഇമ്പോർട്ടന്റ് എന്നവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു തീർത്ഥാടന കാലം നടത്തും. അത് 26-27 ഞാനത് ചെയ്യും എന്ന് ഞാൻ ഒരു നിശബ്ദമായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ റിസോൾവ്, ഇങ്ങനെ ഒരു ധാരണയിലാണ് ഞാൻ, ഒരു തീരുമാനത്തിലാണ് ഞാൻ. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതുണ്ട്, ചില ശീലങ്ങൾ മാറ്റേണ്ടതുണ്ട്. ദേവസ്വം ബോർഡിനകത്ത് ഇതിനനുകൂലമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടാക്കേണ്ടതുണ്ട്. അവർക്ക് സഹായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കൊടുക്കണം. പ്രൊഫഷണലായിട്ട് ഹെൽപ്പ് നമ്മൾ വാങ്ങണം. ഇപ്പോൾ ക്രൗഡ് മാനേജ്മെന്റ്, ക്രൗഡ് എന്നുള്ള വാക്ക് പോലും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. ക്രൗഡല്ല, പിൽഗ്രിം മാനേജ്മെന്റ്, അവരുടെ മൂവ്മെന്റിന്റെ മാനേജ്മെന്റ്. അതിന് നമ്മൾ ഹൈടെക് ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുമോ, EPS ഉപയോഗിക്കാൻ പറ്റുമോ തുടങ്ങി സമാനമായ സ്ഥലങ്ങളിൽ എന്തെല്ലാം ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഈ പ്രോപ്പർ മൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. അതിനുള്ള സാധനങ്ങൾ ചെയ്യണം, അതിനുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തണം, അതിനുള്ള സാങ്കേതിക വിദഗ്ധരെ നമുക്ക് വേണം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇത്തരത്തിൽ സാങ്കേതികമായിട്ടുള്ള മാനേജറിയൽ ആയിട്ടുള്ള മുൻകൂട്ടിയുള്ള ആസൂത്രണത്തോട് കൂടിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ചേതോഹരമായിട്ടുള്ള ഒരു തീർത്ഥാടന കാലം ഞാൻ 26-27 വിഭാവന ചെയ്യുന്നു. അത് എങ്ങനെയാണ് നടത്തിയതെന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത വർഷവും ഇത് സ്ഥാപനവൽക്കരിക്കപ്പെടുകയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലാണ് ഞാനിപ്പോൾ കുറച്ചു ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കാം, മാതൃകാപരമായിട്ടുള്ള ഒരു തീർത്ഥാടനം നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാം. അതിന്റെ ഒരു തുടക്കം എന്നോണമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പായസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതൊരു ചെറിയ കാര്യമാണ്. കാരണം ജനങ്ങൾ തന്നിട്ടുള്ള അന്നദാന ഫണ്ട് അവിടെയുണ്ട്. ഈ ഫണ്ട് കൊണ്ട് എന്തിനാണ് ഇത്രയും ഒരു ആളുകൾക്ക് വേണ്ടാത്തൊരു സാധനം എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് എന്തുകൊണ്ട് കേരളീയമായിട്ടുള്ള സദ്യ കൊടുത്ത് നിങ്ങൾ കഴിക്കൂ എന്ന് പറയുന്നതിനകത്ത് ഒരു മനസ്സുണ്ടല്ലോ. വി വോണ്ട് യു ടു ഫീൽ ഗുഡ് എന്ന് തോന്നണം. അതാണല്ലേ ഇപ്പൊ നമ്മൾ സദ്യ കൊടുത്തില്ല, അവർ ഹോട്ടലിൽ പോയി കഴിക്കും, അത് വേറെ കാര്യം. ഇതിലാരോ പറഞ്ഞാലോ ഭക്ഷണം കഴിക്കാനൊന്നുമല്ല ആളുകളവിടെ വരുന്നത്, ഏതോ യൂട്യൂബിൽ ആരോ എഴുതിയിരിക്കും. അത് ശരിയാണ്, പക്ഷെ അവർക്ക് വേണ്ടിയിട്ടില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്. വി വോണ്ട് ടു ഗിവ് യു ഗുഡ് ഫുഡ്.
നമ്മുടെ മനസ്സാണ് അവിടെ വരേണ്ടത്. അതുപോലെ തന്നെ അപകടം സംഭവിക്കുന്നവർക്ക് ഇൻഷുറൻസ് പദ്ധതി, അത് വലിയൊരു ആശയമാണ്. അതിനെക്കുറിച്ച് എങ്ങനെയാണ്? വളരെ പ്രാഥമികമായിട്ടുള്ള ഇൻഷുറൻസേ ഉള്ളൂ. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ബോർഡ് നേരിട്ട് 5 ലക്ഷം രൂപ കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി. പിന്നെ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഹൃദ്രോഗ മരണങ്ങൾ ഒരുപാടുണ്ടാവും. അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം ഈ വരുന്ന ആവേശത്തില് ഈ 60 വയസ്സ് 70 വയസ്സൊക്കെ ഗുരുസ്വാമിമാര് അല്ലെങ്കിൽ ഭക്തന്മാർ അങ്ങ് കയറുകയാണ്. ഒരു ആവേശമാണ്, ഒരു ആവേശമാണല്ലോ. എല്ലാവരും കയറുന്നു, ഞാനും കയറുന്നു. പക്ഷെ നമ്മുടെ ഹൃദയത്തിനത് പറ്റൂല എങ്കിൽ താഴെ തന്നെ ഒരു സ്ക്രീനിങ് നടത്താനോ ഒരു അഡ്വൈസ് കൊടുക്കാനോ ഇങ്ങനെ കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വിടാനോ ഒക്കെ ഉള്ള ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഇപ്രാവശ്യത്തെ നട തുറന്നപ്പോൾ ഉണ്ടായൊരു തിരക്ക് അത് വളരെ വലുതായിരുന്നു, ഒരുപാട് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പക്ഷെ യാതൊരു പ്രശ്നമില്ലാതെ ആ ദിവസങ്ങൾ കടന്നുപോയി. എന്താണ് സംഭവിച്ചത് ശരിക്കും? വാസ്തവത്തിലൊരു കുറച്ചൊരു നിഗൂഢമാണ്. എന്ന് വെച്ചാല് ഇത്രയും ആളുകൾ ഈ ആദ്യ ദിവസങ്ങളിൽ വരാറില്ല സാധാരണ. പിന്നെ നമ്മുടെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. വരാമെന്ന് പറഞ്ഞ എല്ലാ ജീവനക്കാരും ഫസ്റ്റ് ഡേ വന്നോളണം എന്നില്ല. അവരൊക്കെ പതുക്കെ 2-3 ദിവസം കഴിയുമ്പോൾ അപ്പോഴേ ആളും വരുള്ളൂ. പിന്നെ അങ്ങനെ പല സിസ്റ്റങ്ങളും ഒന്ന് സ്റ്റെബിലൈസ് ആയി വരുന്നത് ആദ്യത്തെ 2-3-4 ദിവസം കഴിയുമ്പോഴാണ്. അത്രയ്ക്ക് ആളും വരുള്ളൂ. പക്ഷെ ഇത് വിചാരിച്ചിരിക്കാതെ 2-ാം ദിവസവും 3-ാം ദിവസവും ഒരു 1,30,000 ആളുകൾ വന്നു. അപ്പോഴുണ്ടായ അവരാണെങ്കിൽ പല വഴിയിൽ കൂടി, ക്യൂയിലൂടെ മാത്രമല്ല പല വഴിയിലൂടെ കയറി വരാൻ പാടില്ലാത്ത വഴിയിലൂടെ വന്ന് ഒരു പ്രഷർ പോയിന്റ് സൃഷ്ടിക്കുകയും. അപ്പൊ അതിന് നമുക്കൊരു തീരുമാനം എടുക്കാൻ ഇത്തിരി സമയം വരും. നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ ബാരിക്കേഡ് മാറ്റി അവരെ കൂടെ മറ്റതിൻ്റെ കൂടെ കയറ്റണ്ടേ. അപ്പൊ താഴെ നിൽക്കുന്ന ഭക്തന്മാരെ പ്രശ്നം ഉണ്ടാക്കൂലേ, ഞങ്ങൾ ക്യൂ നിന്നതല്ലേ. അത് പതുക്കെ മാനേജ് ചെയ്ത് പോയപ്പോൾ അതങ്ങ് തീർന്നു. അത് ആസൂത്രിതമാണെന്നൊന്നും ആണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ആള് വരവുണ്ടായി. ഒരു കണക്കിന് അതൊരു പാഠമായി. അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠം തന്നെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ പലയിടത്തും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടും സ്പോട്ട് ബുക്കിംഗ്, കോടതി നമ്മൾ അതിനെ അനുകൂലിച്ചു. സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചോളൂ എന്ന് പറഞ്ഞ് പിന്നെ ബുക്കിംഗ് ഇല്ലാതെ വരരുത് എന്നുള്ള സന്ദേശം കുറച്ച് വ്യാപകമായി. മാധ്യമങ്ങൾ നമ്മളെ അതിനകത്ത് സഹായിച്ചു. ബുക്കിംഗ് ഇല്ലാതെ വരരുത്, വന്നാൽ ഡീറ്റെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ ഇപ്പോൾ ആളുകളുടെ എണ്ണം കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി എനിക്ക് വ്യക്തമായ ധാരണയില്ല. ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഈ സ്പോട്ട് ബുക്കിങ്ങിന്റെ കാര്യം, അതിപ്പോൾ ആ ഒരു ദിവസം അന്ന് ആദ്യത്തെ തിരക്ക് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ശക്തമായി തന്നെ പറഞ്ഞു അത് പാലിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ രീതിയിൽ തന്നെ ഇപ്പോൾ ആ കാര്യങ്ങൾ നടക്കും. കോടതി പറഞ്ഞിരിക്കുന്നത് 5,000 ഒരു ബെഞ്ച് മാർക്ക്. പക്ഷെ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ. ഓരോ പ്രാവശ്യമൊന്നും കോടതി പോണ്ട കാര്യമില്ല. 20,000 മാക്സിമം. 7,000 70,000 മറ്റേ ഓൺലൈൻ ബുക്കിങ്ങും 20,000 നമ്മുടേത്. അപ്പൊ 5,000 നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ 7,000 6,000 ഒക്കെ ആക്കുന്നുണ്ട്. എരുമേലിയിൽ തുടങ്ങി പമ്പയിൽ വേണ്ടെന്ന് വെച്ചു, നിലയ്ക്കലുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്യുകയാണ്. അതാണ് എന്റെ ശരിയും. അതൊക്കെ ഇപ്പൊ സ്റ്റെബിലൈസ്ഡ് ആയി. ഇന്നിപ്പോൾ സുഗമമായി തന്നെ ദർശനം നടക്കുന്ന വാർത്ത കണ്ടിട്ടാണ് ഞങ്ങൾ. ഇന്നലെ ഉദാഹരണത്തിന് 1,13,000 പേര് വന്നതാണ് കണക്ക്. പക്ഷെ ആരും അറിഞ്ഞില്ല. വലിയ കുഴപ്പമില്ല. 2-3 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരും. അതൊക്കെ ആളുകൾ നിൽക്കുകയും ചെയ്യും. ഇപ്പൊ വെള്ളം കൊടുക്കലൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. ആദ്യത്തെ ദിവസം ആളുകൾ വന്നില്ല. നമ്മൾ 200 പേരെ പ്രതീക്ഷിച്ചത് 20 പേരാണ്. അതിന്റെയൊക്കെ ആദ്യത്തെ ദിവസം എപ്പോഴും അങ്ങനെയാണ്. അതൊന്നും വരാൻ പാടില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത വർഷം തലേ ദിവസത്തെ 2 ദിവസത്തിന് മുമ്പ് വന്ന് ഇവരവിടെ ക്യാമ്പ് അടിക്കണം, അറ്റൻഡൻസ് എടുക്കണം, അവന് നേരത്തെ ഭക്ഷണം കൊടുക്കണം, അവന് റിഹേഴ്സൽ കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. ഇതൊന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എവ്രിബഡി ഷുഡ് ബി റെസ്പോൺസിബിൾ. എന്റെ ജോലി എന്താണ്? ഇതാണ് അവന് ട്രെയിനിങ്. ഇപ്പൊ അവിടെ വന്നിട്ട് പല തരത്തിലുള്ള ആളുകളല്ലേ വരുന്നത്. നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത തരത്തില് ജോലിക്കാരും വരും. അത് പാടില്ല. ഓരോ സെഗ്മെന്റും വരട്ടെ. അവർക്ക് നമ്മൾ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു, അവന് സൗകര്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മെസ്സ്, എംപ്ലോയീസ് മെസ്സ് 15-ാം തീയതിയാണ് പഴയ ആള് മാറി പുതിയ ആള് വരുന്നത്. ഇത്രയും പേർക്ക് 16,000 പേരുടെ മെസ്സ് സ്ഥലവും മാറ്റി. അത് സ്റ്റെബിലൈസ് ചെയ്തെടുക്കാൻ 4-5 ദിവസം എടുത്തു. എംപ്ലോയീസിന്റെ ഭക്ഷണം വളരെ മോശമായി. പിന്നെ അവർക്ക് അന്നദാനത്തിൽ കയറ്റി കൊടുത്തു. ഇതൊന്നും വരേണ്ട കാര്യമില്ല. നമുക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. നമുക്ക് കുറച്ചുകൂടെ എംപ്ലോയീസിന്റെ മൊറാല് കൂട്ടി നിർത്താനും അവർക്ക് അക്കൗണ്ടബിലിറ്റി കൊടുക്കാനും അവരുടെ സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കാര്യം മാസ്റ്റർ പ്ലാൻ ആണ്. ശബരിമല മാസ്റ്റർ പ്ലാൻ ഏത് രീതിയിൽ അവിടെ സാധ്യമാകും? മാസ്റ്റർ പ്ലാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തൊട്ട് ആദ്യത്തെ പ്രസിഡന്റ് ചെയർമാൻ ഞാനാണ്. കോടതിയാക്കിയതാണ്. ഞാൻ 6-7 വർഷം അവിടെ ഇരുന്നു, 2017 വരെ. അപ്പോഴാണ് ജസ്റ്റിസ് സിരിജഗൻ വന്ന് ഞാൻ മാറി. ഞാനിപ്പോഴും എൻ്റെ മെമ്പറാണ്. പക്ഷെ ഞാൻ മീറ്റിങ്ങിന് അധികം പോകാറില്ല. അതുകൊണ്ട് ഇപ്പൊ മാസ്റ്റർ പ്ലാന്റെ ഓരോ പ്രോജക്റ്റും എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി എനിക്കിപ്പോൾ വലിയ കൃത്യമായ ധാരണ ഇല്ലെങ്കിലും
ഞാൻ ഈ ഇടയ്ക്ക് നിലയ്ക്കലിലൊക്കെ ഒന്ന് കയറി, ശബരിമലയിലും ഒക്കെ ചുറ്റി നടന്നപ്പോൾ മാസ്റ്റർ പ്ലാനിന്റെ ഒരുപാട് പദ്ധതികൾ ഇനിയും പൂർത്തിയാവാനായിട്ടുണ്ട്. കിഫ്ബി പണം കൊടുത്തിട്ട് നിലയ്ക്കലിൽ കുറേയേറെ പണി ചെയ്തിട്ടുണ്ട്. അത് പകുതി പൂർത്തിയായി, ഇനി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയ്ക്ക് എന്ത് വേണമെന്നുള്ളതിനെ പറ്റി നമുക്കും ചില ധാരണകളുണ്ട്. അവിടെ മാസ്റ്റർ പ്ലാനിന്റെ കീഴിൽ ഇന്ന കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഫെസ്റ്റിവൽ സീസണിൽ കുറച്ചും കൂടെ എളുപ്പമാകുമായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേയേറെ പെർമനന്റ് ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മാസ്റ്റർ പ്ലാനിന്റെ പ്രയോറിറ്റിയിൽ വന്നോ ഇല്ലയോ, നമുക്കാദ്യം വ്യക്തത വേണം. ഇന്ന കാര്യങ്ങളിലൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും, അത് മാസ്റ്റർ പ്ലാൻ ചെയ്തു തരേണ്ടതാണ്. അത് നമുക്ക് 26-ാം തീയതി മാസ്റ്റർ പ്ലാനിന്റെ വലിയ കമ്മിറ്റി, ഫുൾ കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും അടുത്ത വർഷത്തെ ഫെസ്റ്റിവൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ഇന്ന സൗകര്യങ്ങൾ മാസ്റ്റർ പ്ലാനിന്റെ പ്രോജക്റ്റിനുള്ളിൽ ഞങ്ങൾക്ക് വേണം. അത് തന്നെ ദീർഘകാലത്തിലുള്ളത് മാറ്റി നമുക്ക് തൽക്കാലം 1 വർഷം കൊണ്ട് തീർക്കാവുന്ന ഇന്ന പ്രോജക്റ്റ്, അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് സമയബന്ധിതമായിട്ട് അത് തീർക്കാൻ സാധിക്കണം. അപ്പോൾ പണം ഒരു വിഷയമായി വരും. അപ്പോൾ വരട്ടെ, പണം വിഷയമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോജക്റ്റുകൾ ഇന്നതാണ് എന്ന് നമുക്ക് വ്യക്തത വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഏകദേശ ചെലവ് ഇന്നതാണ് എന്ന് വ്യക്തത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ഈ പ്രോജക്റ്റുമായിട്ട് നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പോൺസേഴ്സിനെ കാണാൻ പറ്റും. അവർക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ഒൺലി തിങ് ഈസ് ഇത്തരത്തിലുള്ള വലിയ വലിയ നല്ല സ്പോൺസേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർക്ക് ക്ലാരിറ്റി വേണം, ട്രാൻസ്പെറൻസി വേണം, അക്കൗണ്ടബിലിറ്റി വേണം. അത് ഇടനിലക്കാരൊന്നും ഇല്ലാതെ നമ്മൾ നേരിട്ട് മേജർ ഇൻവെസ്റ്റേഴ്സുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അതിപ്പോ കൊച്ചിയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ ഒക്കെ നമ്മൾ മീറ്റിംഗ് വെച്ചാൽ പോലും തിരക്കേടൊന്നുമില്ല. ഞങ്ങൾക്ക് മാസ്റ്റർ പ്ലാനിൽ ഇന്ന പരിപാടികളുണ്ട്, ക്യാൻ യു സ്പോൺസർ ദിസ്? യെസ്. എത്ര രൂപ? ഇത് 2.5 കോടി രൂപ. ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ്രിമെന്റ് ഒപ്പിടുന്നു, ഇത്രാം തീയതി അവർ വരുന്നു, അവർ പണി ചെയ്യുന്നു. നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. വളരെ ഭംഗിയായിട്ട് ഹൈ ക്ലാസ് പണികൾ ചെയ്തു തരാൻ സാധിക്കുന്ന നല്ല നല്ല എഞ്ചിനീയറിംഗ് ഫേംസ് ഉണ്ട്. അവർക്കിപ്പോൾ ഒരു 5 കോടിയോ 10 കോടിയോ ഒന്നും മുടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ ഡീലിങ്സ് വളരെ പ്രൊഫഷണൽ ആയിരിക്കണം, വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഞാൻ ആ ഒരു ട്രാൻസ്പെറൻസിയിലേക്ക് ഇത് കൊണ്ടുവരണം. അങ്ങനെ മാസ്റ്റർ പ്ലാൻ ആവശ്യമുള്ള പണവും നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ സാധിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് ബജറ്ററി സപ്പോർട്ട് മാസ്റ്റർ പ്ലാൻ തരുന്നുണ്ട്, അത് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പാക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളുണ്ട് ഇത്തരത്തിലുള്ള. നമുക്ക് ആ പൈസ എടുക്കുന്നതിന് ഒരു തടസ്സമില്ല. പോയി നമുക്ക് ഇന്ന സ്കീമിൽ ഞങ്ങളെ കൂടെ പെടുത്തണം, ഞങ്ങൾക്ക് ഇന്ന സ്കീമിൽ ഇന്നത് തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവകാശമല്ലേ, സർക്കാരിന്റെ കാശല്ലേ. അപ്പൊ അത് ഞാൻ പരിശോധിക്കും. എനിക്കിപ്പോൾ അവിടെ എന്തൊക്കെ പദ്ധതികളെന്ന് അറിയില്ല, പക്ഷെ ചില പദ്ധതികളിൽ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവർ പൈസ കൊടുത്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പണം കിട്ടി, ഗുരുവായൂർ കിട്ടി. നമുക്ക് ചോദിക്കാം ഇന്ന പ്രോജക്റ്റിന് നിങ്ങളുടെ ഈ പദ്ധതിയിൽ ഞങ്ങൾക്ക് കാശ് തരണം. അങ്ങനെ അതുപോലെ നല്ല നല്ല സ്പോൺസേഴ്സ്, ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ടാറ്റ ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് ഇതിനായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരു വിഷമവുമില്ലാതെ എല്ലാ പ്രോജക്ട്സിനും നമുക്ക് വേണ്ടതിന് കറക്റ്റ് സ്പോൺസേഴ്സിനെ കൊണ്ടുവന്ന് ഇപ്പൊ LNT പോലൊരു സ്ഥാപനം മേജർ എഞ്ചിനീയറിംഗ് ജയന്റ് ആണ്, അവർക്കൊരു 15 കോടി രൂപയുടെ ചെയ്യാൻ പറ്റുമെന്ന് നിസ്സാരമായിട്ട് ചെയ്തു തരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പേരുള്ള നല്ല റെപ്യൂട്ടേഷനുള്ള സ്പോൺസേഴ്സ് ആണ് അവിടെ വരേണ്ടത്, അല്ലാതെ അനാമികമായിട്ടുള്ള ആളുകളല്ല, ഓരോരോ ഉദ്ദേശത്തോടു കൂടി വരുന്നവരല്ല. ഇപ്പൊ പലപ്പോഴും എല്ലാ സ്പോൺസേഴ്സ് അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലരൊക്കെ അവരുടെ കയ്യിൽ കാശില്ലെങ്കിൽ സ്പോൺസറായിട്ട് വരും, എന്നിട്ട് പോയിട്ട് സ്പോൺസർഷിപ്പ് പിരിക്കും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റും ചോദിക്കണം. അല്ലാതെ ഇൻകം ടാക്സ് അടച്ചിട്ടുമില്ല, ബാലൻസ് ഷീറ്റും ഇല്ലാത്തവർ സ്പോൺസറായിട്ട് വരേണ്ട. കയ്യിൽ കാശുണ്ടെങ്കിൽ ഹുണ്ടിയിൽ കൊണ്ടിട്ടിട്ട് ഭഗവാനെ തൊഴുതിട്ട് പോയാൽ മതി. ഇവിടുന്ന് ഞങ്ങൾ സ്പോൺസർ ആണെന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി സ്പോൺസർ ആവേണ്ട കാര്യമില്ല. അയ്യപ്പന് അതിന്റെ ആവശ്യമില്ല. ഇതിലെ തിരുപ്പതി മോഡൽ തീർത്ഥാടന കേന്ദ്രം എന്നൊരു സങ്കല്പമാണല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ആ തിരുപ്പതി ഇതുമായിട്ട് യാതൊരു കമ്പാരിസൺ ശരിയല്ല. അതൊരു ഒരു കറക്റ്റ് കമ്പാരിസൺ അല്ല. കാരണം ഒന്ന്, അത് കാട്ടിലല്ല, അത് ആളുകൾക്ക് കുളിച്ച് കാറി കയറി അവിടെ പോയി തൊഴുതിട്ട് വരാം, കുടുംബമായിട്ട് പോകാം. നമ്മുടെ വേഷവിധാനം തന്നെ വ്യത്യസ്തമാണ്. നമ്മൾ കുടുംബമായിട്ട് പോവാണ്, രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോവാൻ. ഇതൊന്നുമല്ല. ഇത് വ്രതമെടുത്ത് കാട്ടിൽ പോകുന്ന ഒരു തയ്യാറെടുപ്പോടുകൂടി വരുന്ന ഇതിനകത്തൊരു ഒരു കാടിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ട്. ഇതും അതുമായിട്ട് കമ്പാരിസൺ ഇല്ല. പിന്നെ ആണുങ്ങൾ മാത്രമല്ലേ പ്രധാനമായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതുമായിട്ടുള്ള കമ്പാരിസൺ പൂർണ്ണമല്ലെങ്കിലും അവിടെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഈ അവരെങ്ങനെ മാനേജ് ചെയ്യാം, ഇത്ര ബാച്ചസ് ആയിട്ട് എങ്ങനെ വിടാം, അത്തരം കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അടുത്ത വർഷം നമ്മൾ അത് ശാസ്ത്രീയമായിട്ട് അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വൈഷ്ണോദേവിയിൽ ചെയ്തിട്ടുണ്ട്. വൈഷ്ണോദേവി ഏറെക്കുറെ ഈ ടെറൈനാണ്.
ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് ഉടനെ തന്നെ കടക്കും. സമയമില്ല. ഫെബ്രുവരി 1 ആദ്യത്തെ മീറ്റിംഗ് കൂടും. 2026-27 ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രാരംഭ ആദ്യ മീറ്റിംഗ് ഫെബ്രുവരി 1 കൂടും. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ. മറ്റൊന്ന്, ഞാനിപ്പോ വിചാരിക്കുന്ന ഒരു കാര്യം, ദേവസ്വം ബോർഡിന് ഒരു ബജറ്റ് ഉള്ളതായിട്ട് എനിക്കറിവില്ല. ഒരുപാട് 1252 ക്ഷേത്രമുണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും ആവശ്യങ്ങളുണ്ട്. എല്ലാ ക്ഷേത്രങ്ങൾക്കും നമ്മൾ പൈസ കൊടുത്തപ്പോൾ ഒരു വർഷം എല്ലാം തീർക്കാനൊന്നും സാധ്യമല്ല. പക്ഷെ വളരെ ജീർണിച്ച് കിടക്കുന്നതോ അത്യാവശ്യമായിട്ടുള്ള വർക്കുകളുണ്ട്. ഈ വർക്കുകൾക്ക് എന്താണ് ഒരു മുൻഗണനാക്രമം? അത് നിശ്ചയിച്ച് ഈ വർഷം ഞങ്ങൾ ഇത്ര രൂപ ശബരിമലയ്ക്ക് ചെലവഴിക്കും, ഇത്ര രൂപ ക്ഷേത്രങ്ങളുടെ ജീർണോദ്ധാരണത്തിനും മറ്റു സൗകര്യത്തിനും ചെലവഴിക്കും. ഈ കിട്ടുന്ന പണമെല്ലാം സർക്കാർ അപഹരിക്കുകയാണ്, സർക്കാരിനാണ് പോകുന്നത് എന്നൊക്കെ. സർക്കാരിന് നമ്മളെ കൊണ്ട് ചെലവാണ്. സർക്കാർ ഒരു പൈസ എടുക്കാം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എടുക്കാൻ പാടില്ലല്ലോ, എടുക്കാൻ പറ്റില്ലല്ലോ. എടുക്കണം എന്ന് വിചാരിച്ചാലും പറ്റില്ലല്ലോ. എന്തിന് ട്രഷറിയിൽ പോലും കൊണ്ടിടാൻ ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞിട്ടില്ല. എല്ലാം ബാങ്കിൽ കിടക്കുകയാണ്. ബാങ്കിൽ തന്നെ കർശനമായ നിരീക്ഷണത്തിലാണ്. കോടതി പറഞ്ഞത് FD പോലെ ഞങ്ങൾക്ക് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാം കോടതിയുടെ നിരീക്ഷണത്തിലല്ലേ. ഒരു പൈസ പോലും ഗവൺമെന്റിന് നമ്മൾ അങ്ങോട്ട് എടുക്കാൻ സാധ്യമേ അല്ല. ഗവൺമെന്റ് ഇങ്ങോട്ട് പൈസ തരുന്നുണ്ട് പലതിനും. മാസ്റ്റർ പ്ലാനായാലും ശരി, റോഡ് പിന്നെ PWDക്ക് ആണെങ്കിലും ഒക്കെ ഈ ശബരിമല പ്രമാണിച്ച് എന്തുമാത്രം പണമാണ് ഗവൺമെന്റ് മുടക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഇല്ല. ഇനിയിപ്പോ മകരവിളക്കിന് മണ്ഡലപൂജയ്ക്ക് അങ്ങനെ വലിയ തിരക്ക് വരാറില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ആവറേജ് ഒരു 90,000 എന്നുള്ള നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണെങ്കിൽ ഒരു വിഷമമില്ല. 90 1 പോലും വിഷമമില്ല. മകരവിളക്കിന് പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. അത് എനിക്ക് വേണ്ട ദൈവകാരുണ്യം കൊണ്ട് മാത്രം ഭംഗിയായിട്ട് നടക്കുകയാണ്. എന്നാലും ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരും. അത് ഞാൻ അതിലേക്ക് കടന്നിട്ടില്ല ഇതുവരെ. ഓക്കെ. എന്തായാലും നിരവധി ചുമതലകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, സമയമില്ലാത്തൊരു സാഹചര്യം. അതിനിടയ്ക്ക് സാറിന്റെ മറ്റ് കലാരംഗത്തെയും എഴുത്ത്, അതൊക്കെ എങ്ങനെ മുമ്പോട്ട് പോകുന്നു? അതിപ്പോ ഈ പുതിയ ജോലി വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഒരു പുതിയ ഒരു പാറ്റേൺ, സാറിന് സമയത്തിന്റെ ഒരു പാറ്റേണിങ് ഉണ്ടല്ലോ, അത് IMGയിലിരിക്കുമ്പോൾ എനിക്ക് അതിനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം തെറ്റി. പിന്നെ ഒരു പുതിയൊരു പാറ്റേണിങ്ങിലേക്ക് വരണം. അത് ദേവസ്വം ബോർഡ് കുറച്ചുകൂടെ മെരുകി വന്നെങ്കിൽ എൻ്റെ ഇപ്പൊ തൽക്കാലം ക്രിയേറ്റീവായിട്ടൊന്നും ഒക്കെ സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏറ്റെടുത്ത ചില കാര്യങ്ങൾ മാത്രം സമയബന്ധിതമായിട്ട് ചെയ്തു കൊടുക്കുന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ക്രിയേറ്റീവ് വർക്കിനകത്തൊക്കെ വേണ്ട ഒരു പോയിസ് ഇപ്പൊ ഇല്ല. ഇവിടെ അങ്ങോട്ട് കാലുറക്കണമല്ലോ. കുറച്ചതിന് ശേഷം വരും. 1 മാസം കൊണ്ട് ഞാനത് എൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ടാവും. അതങ്ങനെയാണ്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ജോലി ആദ്യം ഏറ്റെടുക്കുമ്പോൾ നമുക്കത് ഗ്രിപ്പിൽ വരണ്ടേ. അത് പ്രത്യേകിച്ച് എനിക്കോട് ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കഠിനതരമായിട്ടുള്ള ജോലി തന്നെ. അതാണ്, ഇതൊരു വളരെ കട്ടിയുള്ള ഒരു ജോലിയായിട്ട് അല്ലെങ്കിൽ ചുമതലയായിട്ട് തോന്നുന്നുണ്ടോ? കട്ടി എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ എന്നുള്ള മനസ്സിലല്ല, നമുക്ക് സാധിക്കായല്ല. പക്ഷെ വളരെ അതീവ ജാഗ്രതയും കൂടുതൽ ശ്രദ്ധയും കൂടുതൽ സമയവും വേണ്ട ഒരു, പിന്നെ റെസിസ്റ്റൻസും ഉണ്ടാവും. മാറ്റങ്ങള് നമ്മൾ പറയുന്നത് പോലെ കൽപ്പിച്ചതുകൊണ്ടങ്ങ് നടത്തണമെന്നില്ല. റെസിസ്റ്റൻസ് ഉണ്ട്. കാലാകാലങ്ങളിൽ പിന്നെ ശീലിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ മാറുമ്പോഴത്തേക്ക് എതിർപ്പ് വരും. അത് വരട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത്രയേറെ സമൂഹത്തിന്റെ കണ്ണുകൾ ഒരു ജോലിയുടെ മേൽ പതിയുന്നത് ആദ്യമായിട്ടാണ്. നമ്മളൊരു സിവിൽ സർവീസ് അനോണിമിറ്റിയിൽ ഇങ്ങനെ ജീവിക്കുകയല്ലേ. ഇതല്ല, ഒരു ഭക്തനായ അഡ്മിനിസ്ട്രേറ്റർ അങ്ങനെ ആയിരിക്കും അല്ലേ? അതെ. പിന്നെ ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ഇതെല്ലാം നമ്മളൊരു ചൈതന്യത്തിന് വേണ്ടി ചെയ്യുന്നു. That force will take care of everything എന്നുള്ള വിചാരം.